നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ലോകം ഇതുവരെ ഭയപ്പെട്ടിരുന്നത് ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു തീക്കളിയാണ് നടന്നിരിക്കുന്നത്. ഇറാനാണ് ഈ നീക്കം നടത്തിയതെങ്കിൽ ഈ സ്വന്തം പടക്കപ്പുരയിൽ കൊണ്ടുപോയി ഗുണ്ട് കത്തിച്ചിട്ടതിന് സമാനമാണ് ആ സംഭവം. നടന്നിരിക്കുന്നത് അമേരിക്കയുടെ വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. ഇത് ഇറാനും ഇറാന്റെ പ്രോക്സികളായ ഹൂതികളും ഹിസ്ബുള്ളയും അറിഞ്ഞാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്ന് അമേരിക്ക തറപ്പിച്ചു പറയുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ വൈറ്റ് ഹൗസിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു. എന്തോ ഒരു തിരിച്ചടി അമേരിക്ക പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നു. ശരിക്കും കൈവിട്ട കളിയാണ് ഖമനേയി കളിച്ചിരിക്കുന്നത്. ആക്രമണം നടന്നു, ഇറാന് നേരെ അമേരിക്ക വിരൽ ചൂണ്ടുമ്പോഴും ഒരക്ഷരം പോലും പ്രതികരിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ഖമനേയി സന്തോഷത്തിലാണ്. ശരിക്കും എന്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ. എന്താണ് സംഭവിച്ചത്? ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ വ്യോമതാവളത്തിലാണ് ഈ ഒക്കിനാവോ എന്നുള്ള വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ജപ്പാനില് അവിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ഏറ്റവും കൂടുതൽ ഗൗരവം ഉണ്ടാകുന്നത്. ജപ്പാന്റെയും അമേരിക്കയുടെയും സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ നാശനഷ്ടങ്ങൾ എത്ര വന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കടേന വ്യോമതാവളം ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും കൊടുത്തിട്ടില്ല. ജപ്പാനിലെ ഒക്കിനാവ പ്രിഫെക്ചറിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ കടേന എയർബേസ് എന്ന് പറയുന്നത്. അത് ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും വലുതാണ്. അതുപോലെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും തന്ത്രപരമായിട്ടുള്ളതാണ്, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു US വ്യോമസേന സംവിധാനമാണ് ഇത്. ഇതിനെ പറയുന്നത് പസഫിക്കിന്റെ താക്കോൽ എന്നാണ് പറയാറുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ പസഫിക്കിന്റെ താക്കോൽ എന്ന് പറയുന്ന ഈ താവളം 2000 ഹെക്ടറിലധികം വിസ്തൃതി ഉള്ളതാണ്. ഏകദേശം 20,000 പേരെ ഉൾക്കൊള്ളുന്നതാണ്. അമേരിക്കൻ വ്യോമസേനയുടെ 18ാം വിങ്ങിന്റെ ആസ്ഥാനം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. B-52 സ്ട്രാറ്റജിക് ബോംബറുകൾ തുടങ്ങിയ നൂതന അമേരിക്കൻ വിമാനങ്ങളുടെ മാറി മാറിയുള്ള വിന്യാസം ഇതെല്ലാം ഈ ബേസിലാണ് പതിവായിട്ട് നടക്കാറുള്ളത്. ഇതിനും പുറമെ ഉത്തര കൊറിയ, തായ്വാൻ, ദക്ഷിണ ചൈന കടൽ എന്നിവ ഉൾപ്പെടെ പ്രാദേശിക ഹോട്ട്സ്പോട്ടുകളെല്ലാം നിരീക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന വ്യോമതാവളം കൂടിയാണ് ഇത്. അപ്പൊ ഈ രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കേന്ദ്രത്തിലാണ് ഈ സ്ഫോടനം. കാരണം ഈ രാജ്യങ്ങള് ദക്ഷിണ ചൈന കടലും തായ്വാനും ഉത്തര കൊറിയയും എല്ലാം ഉള്ള അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു വ്യോമതാവളമാണിത്. അവിടെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന സ്ഫോടനങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇത് എന്ന് പറയുന്നു. കാരണം അവിടെ ഒരു തീപ്പൊരി വീണാൽ ലോകം മുഴുവനും ഇതിലേക്ക് പങ്കെടുക്കേണ്ടി വരും. റഷ്യ, ഇറാൻ, ചൈന, ഉത്തര കൊറിയ ഈ രാജ്യങ്ങൾ ഒരു സംയുക്ത സേനയായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് അമേരിക്കയ്ക്കും നാറ്റോ രാജ്യങ്ങൾക്കുമെല്ലാം പ്രഹരമായി തീരും. ഇപ്പോ മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട് അമേരിക്കയ്ക്ക് എത്രത്തോളം വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യോമ കേന്ദ്രമാണ് അത് എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു ആക്രമണമല്ല, കൃത്യമായി ഇറാൻ അവിടെ കയറി അടിച്ചു എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലാണ്. ഇതൊരു അവസരമായി കണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇത് ഇറാൻ തന്നെയാണ്. ഇറാന് ഉടൻ തന്നെ ഒരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് എന്ന് അമേരിക്കയുടെ ആത്മാഭിമാനത്തിൽ കയറി അങ്ങ് തൊടുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ശരിക്കും ഇസ്രയേലിന് ഈ വിഷയത്തിൽ എന്താണ് ഒരു റോള് എന്ന് ചോദിക്കേണ്ടി വരികയാണ്. അതിപ്പോ ഒരു കാര്യമുള്ളൂ, ഇറാനെ പോലുള്ള ഒരു സൈന്യത്തിനെ, ഒരു രാജ്യത്തിനെ ആക്രമിച്ച് ഒറ്റയ്ക്ക് കീഴടത്താനുള്ള കഴിവൊന്നും ഇസ്രയേലിനില്ല. അതുകൊണ്ട് തന്നെ ആക്രമണം നടക്കുകയാണെങ്കിൽ അതില് തീർച്ചയായിട്ടും ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത്രയും ഒരു തന്ത്രപ്രധാനമായ പ്രദേശത്ത് ഒക്കിനാവോയിൽ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മറ്റ് രാജ്യങ്ങളുടെ എല്ലാം വ്യോമ നിരീക്ഷണത്തിലുള്ള സ്ഥലത്ത് തന്നെ ഇത് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇറാൻ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ധാരണ, മൊസാദ് എല്ലാം ഉള്ള ഒരു ധാരണ. രണ്ടാമത്തെ കാര്യത്തിൽ വേണമെങ്കിൽ പറയാം, ഒരു ഇടപെടുകയാണ്. അതായത് ഈ ഹമാസിനോ അല്ലെങ്കിൽ ഹിസ്ബുള്ളക്കോ ഹൂതികൾക്കോ മാത്രമായി ഒരു ആക്രമണം നടത്താൻ പറ്റുന്ന കേന്ദ്രമല്ല അവിടം. അല്ല, ഇറാനെ പോലൊരു ശക്തിക്കാണ് അവിടെ ആക്രമണം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആണ് എന്ന് ഇവർ ഉറപ്പിച്ച് പറയുന്നത്. കാരണം അതല്ലാതെ മറ്റൊരു രാജ്യവും ഇതിനു വേണ്ടി ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒരു ചിന്ത വരുന്നത്.
രണ്ടാമത് ഇസ്രയേലിന് കുറച്ചൊരു ക്ഷീണം പറ്റിയിരിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആണവ രഹസ്യം ചോർന്നു എന്ന് ഇന്നലെ ഇറാനിലെ ഖമനേയി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അവസരത്തിൽ ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ളത് ഇസ്രയേലിന്റെ ആവശ്യമാണ്. അപ്പോൾ ഒന്ന് അമേരിക്കയെ ചൂടുപിടിപ്പിച്ചാൽ ഈ പറയുന്ന കാക്കയുടെ വിശപ്പും മാറും, പശുവിന്റെ കടിയും മാറും എന്നുള്ള ഒരു തന്ത്രം അതുകൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ അമേരിക്കൻ വ്യോമസേനയുടെ 18ാം വിങ്ങിന്റെ ആസ്ഥാനം കൂടിയാണല്ലോ. അപ്പൊ അത്രയും തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്ത് ഒരു ആക്രമണം നടത്താൻ അത് ഇറാനേ കഴിയുള്ളൂ എന്നുള്ളതാണ് ഒരു ചിന്തയായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് പ്രധാന കാര്യവും. ശരിക്കും ഈ ഒരു കേന്ദ്രത്തിൽ ആക്രമണം നടത്തുമ്പോൾ ഇപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വരാനിരിക്കുന്ന സ്ഫോടനങ്ങളുടെ ഒരു തിരികൊളുത്തലാണ് നടന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അതായത് ലോകരാജ്യങ്ങൾ വീണ്ടും രണ്ട് ചേരിയായി തിരിഞ്ഞ് ആക്രമണം ഉടലെടുക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതിനാണ് ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആ കേന്ദ്രത്തിനുണ്ട് എന്ന് മാത്രമല്ല, ഇറാനാണ് എന്ന് പറയുമ്പോൾ ഒരു നേരിയ ഒരു ചെറിയൊരു ശങ്ക റഷ്യക്കെതിരെയും വരുന്നുണ്ട്. ഇറാനും റഷ്യയും തമ്മിൽ ഇപ്പൊ കൂട്ടാണല്ലോ. റഷ്യ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, 26 അമേരിക്കൻ അംബ്രാസ് ടാങ്കുകൾ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അമേരിക്കയുടെ ഓരോ ടാങ്കിനും കോടികളാണ് വില മതിക്കുന്നത്. ഈ ടാങ്കുകളുടെ തകർച്ച എന്ന് പറയുന്നത് നാറ്റോ ചേരിക്ക് പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതോടെ അമേരിക്കയിൽ നിന്നും യുക്രൈന് ലഭിച്ച 31 ടാങ്കുകളിൽ 5 മാത്രമേ ഇനി യുക്രൈന്റെ കൈവശമുള്ളൂ. ബാക്കിയെല്ലാം റഷ്യ നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ 2023 ജനുവരിയിൽ അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡനാണ് അമേരിക്കയുടെ അഭിമാനമായ 31 M1 എംബ്രാസ് ടാങ്കുകൾ യുക്രൈന് കൈമാറാൻ തീരുമാനിച്ചിരുന്നത്. ആ ടാങ്കാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചു കളഞ്ഞിട്ടുള്ളത്. 1980-ൽ സീരിയൽ നിർമ്മാണം ആരംഭിച്ചതാണ്. വളരെയധികം അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള ഒരു സംഭവമാണത്. അമേരിക്കൻ സൈന്യത്തിന് കൈമാറിയതോടെ യുദ്ധത്തിലെ മുന്നണി പോരാളിയായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം ഈ ടാങ്കുകളെ വിശേഷിപ്പിച്ചിരുന്നത് യുക്രൈൻ യുദ്ധത്തില്. അതാണ് ഇപ്പോൾ തകർത്തെറിഞ്ഞിട്ടുള്ളത്. ഈ ആക്രമണം, അതായത് ഈ ഒക്കിനാവയിലെ വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടന്നു എന്നതിന്റെ വാർത്ത പുറത്തു വന്ന് അധികം വൈകാതെ തന്നെയാണ് റഷ്യ അമേരിക്കയുടെ ടാങ്കുകൾ തകർത്തതിന്റെ വാർത്തയും പുറത്തു വരുന്നത്. അതായത് പ്രഹരത്തിന് മേൽ പ്രഹരമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ട് ഭാഗത്തു നിന്നുമാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും യോജിച്ച് ഒരു പദ്ധതി ഇട്ടതാണ് എന്നുള്ള ഒരു സംശയമാണ് വരുന്നത്. ഇത് ശരിക്കും ഇനിയിപ്പോൾ ഇത് രണ്ട് ചേരിയായി തിരിഞ്ഞൊരു ആക്രമണം ഉടലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിൽ ഒരു സാധ്യത നമുക്ക് കണക്ക് കൂട്ടാം. അതാ പറഞ്ഞത്, ഇപ്പൊ ഇറാൻ ഇസ്രയേൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ മറ്റു രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഉത്തര കൊറിയ വരും, റഷ്യ വരും, ചൈന വരും, ഇങ്ങേപ്പുറത്തേക്ക് തായ്വാൻ വരും, നാറ്റോ രാജ്യങ്ങൾ വരും, അമേരിക്ക വരും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു, കാരണം അമേരിക്കയുടെ സൈന്യതാവളത്തിൽ കൂടിയല്ലേ എന്തായാലും ഇസ്രയേലിന് ഒരു ആക്രമണം ഇറാനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഭാഗത്ത് അമേരിക്ക വന്നു കഴിഞ്ഞു. ഇസ്രയേലിന് ആണെങ്കിൽ അമേരിക്ക ഇല്ലാതെ എന്തായാലും ഒരു യുദ്ധത്തിന് നടത്താനും പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ചേരിയിലും നല്ല ബലവാന്മാരായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴ് അറിയാതെ തന്നെ അതിലേക്ക് യുദ്ധത്തിൽ വന്ന് നീങ്ങി കഴിഞ്ഞു. ഇറാന്റെ ഭാഗത്തേക്ക് ഈ പറയുന്നത് പോലെ തന്നെ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും എല്ലാം ഇറാന്റെ സാധിക്കുന്നു. അപ്പോൾ ഇതൊരു വെറുതെ ഒക്ടോബർ 7-ന്, അന്ന് 2023 ഒക്ടോബർ 7-ന് ഗാസയിൽ നടന്ന ഒരു ആക്രമണം, അതിപ്പോൾ എന്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? ഇത് നീങ്ങി ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ചു വന്നിരിക്കുകയാണ്. ഓരോരോ രാജ്യങ്ങൾ ഓരോന്നായിട്ട് ഓരോ പടി അതിനു വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇറാൻ ഇപ്പോൾ ഈ അമേരിക്കയുടെ വ്യോമതാവളം ആക്രമിക്കേണ്ട കാര്യമില്ല, റഷ്യക്ക് പോയിട്ട് അമേരിക്കയുടെ അടിക്കേണ്ട കാര്യമില്ല. റഷ്യ യുക്രൈൻ യുദ്ധം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടന്നു, ഒരുപക്ഷെ നമുക്ക് ഒരു 95% അത് ഇറാൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. റഷ്യ അതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം റഷ്യ ആക്രമിച്ചിരിക്കുന്നത് അമേരിക്കയെ നേരിട്ടല്ല, കാരണം യുക്രൈന് അമേരിക്ക കൊടുത്ത ആയുധങ്ങളാണ് തകർത്തെറിഞ്ഞത്. പക്ഷെ അതിലൊരു സൂചന കിടക്കുന്നു. കാരണം ഇറാന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ടാണ് ഇപ്പോൾ പുടിൻ വന്നിട്ടുള്ളത്. തൊട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്കയുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ യുക്രൈനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യക്ക് ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും അമേരിക്കയെ ചൊടിപ്പിക്കാനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നേരെ ഒരു ആക്രമണത്തിന് നേരിട്ട് രംഗത്ത് വരാനോ കഴിയാത്തൊരു സാഹചര്യം. ഇത് വേണമെങ്കിൽ പുടിനും യുക്രൈനുമായിട്ടുള്ള യുദ്ധമെല്ലാം അവസാനിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ രണ്ടു കൂട്ടരും ഈ യുദ്ധം അവസാനിപ്പിക്കാതെ നടത്തിക്കൊണ്ടു പോവുകയാണ്.
അതിലിപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ സെലൻസ്കിയുടെ ആവശ്യമാണെന്ന് പറയുന്നു, ട്രംപിന്റെ ആവശ്യമാണെന്ന് പറയുന്നു. എന്ത് തന്നെ ആയാലും അതവിടെ നിലനിന്ന് കൊണ്ടുപോകുമ്പോൾ ഇന്ന് ഈ കറക്റ്റ് സമയം തന്നെ ഈ വ്യോമതാവളം ആക്രമിച്ച സമയത്ത് തന്നെ എന്തുകൊണ്ട് അമേരിക്കൻ ടാങ്കുകൾ റഷ്യ ഇങ്ങനെ ചെയ്തു? അത് ഇറാനും റഷ്യയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണോ? അത്തരത്തിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇത് ഈ ഒരു അവസരം മുതലെടുക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഇസ്രയേലാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാൻ ഒരു തിരിച്ചടി കൊടുത്തേ മതിയാകും. അതിന് അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. കാരണം ഒറ്റയ്ക്ക് നിന്ന് ഇസ്രയേലിന് ആക്രമണം നടത്താൻ കഴിയില്ല എന്നല്ല, ഇറാനെ തിരിച്ചടിക്കാൻ ഈ പറയുന്ന ഇസ്രയേലിന് കരുത്തും ശക്തിയും ഒക്കെ ഉണ്ട്. പക്ഷെ തിരിച്ചും ഇറാൻ അതേ തോതിലുള്ള തിരിച്ചടി കൊടുക്കും. ആ തിരിച്ചടി കൊടുക്കുമ്പോഴത്തേക്ക് അമേരിക്കയുടെ സഹായം ഇസ്രയേലിന് ആവശ്യമാണ്. അമേരിക്കൻ ആയുധങ്ങൾ ആവശ്യമാണ്. അമേരിക്കയുടെ ഒരു കൂട്ട് ആ ഘട്ടത്തിൽ ആവശ്യമാണ്. കാരണം ഇറാൻ ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ഇസ്രയേലിനെ ആക്രമിക്കാതെ നേരെ ചെന്ന് കയറിയിരിക്കുന്നത് അമേരിക്കയുടെ തന്നെയാണ്. അപ്പോൾ എന്തോ ഒന്ന് എനിക്ക് തോന്നുന്നത് ഈ ട്രംപ് അങ്ങ് മയപ്പെടുന്നത് ഒരു അവസരമായി കാണുകയാണ് ഇറാൻ എന്ന് തോന്നുന്നു. അതായത് ട്രംപ് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഈ പറയുന്ന ഇറാന് വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ CIA-യും മൊസാദും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടത്തിയത് ആരാണ് എന്നുള്ളതിൽ കൃത്യമായി അതിനൊരു ഉത്തരം കിട്ടിയാൽ പക്ഷേ നയതന്ത്രത്തിന്റെ മുഖം പുടിന് മാറ്റിവെക്കേണ്ടി വരും. ഇതിലിപ്പോ വേറൊരു വാർത്ത കൂടി വന്നിട്ടുണ്ടായിരുന്നു. ട്രംപും ഇറാനും തമ്മിൽ ഇപ്പൊ ഒരു ചർച്ച നടക്കുകയാണല്ലോ, ആണവ നിരായുധീകരണത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം എത്ര വരെ ആകാം എന്നുള്ളതിനെ കുറിച്ച്. ആണവ നിരായുധീകരണമല്ല, എത്രമാത്രം സമ്പുഷ്ടീകരണം ആകാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതില് അമേരിക്ക കുറെ നിയമങ്ങളും കുറെ കാര്യങ്ങളും ഒക്കെ കരാറിന്റെ എണ്ണം 1-2 പറഞ്ഞിരുന്നു, ഇത്രേ പാടുള്ളൂ എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഇപ്പോൾ വീണ്ടും ഖമനേയി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതൊന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. അന്നത്തെ ആദ്യം ഉണ്ടായിരുന്ന ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് ട്രംപിന്റെ രണ്ടാം വരവോടുകൂടി അത് വേണ്ട എന്ന് വെച്ചിട്ട് ഇപ്പൊ 7 വർഷമായി. ഇപ്പോൾ വീണ്ടും ആ ഒരു കരാർ ഒന്നുകൂടി പുതുക്കാമെന്ന് പറഞ്ഞാണ് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും ട്രംപ് അങ്ങനെ വന്നിട്ടുള്ളത് ഇറാനുമായി വീണ്ടും ഒരു കരാറിൽ എത്തിച്ച് ഇറാനെ ആണവ രാജ്യമാക്കി മാറ്റാതിരിക്കുകയും അത് ലോകത്തിന് മൊത്തം ഒരു ഗുണകരമായ ഒരു സംഭവമാക്കി മാറ്റാനും കൂടിയാണ് ട്രംപ് ഇത്രയും മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പറഞ്ഞത് ഇസ്രായേലിനോട് ഇറാനെ അടിക്കണ്ട ഇപ്പോൾ എന്ന് പറഞ്ഞത്, കാരണം ഈ കരാറിലേക്ക് എത്തിക്കാൻ. പക്ഷെ ഇപ്പോൾ കുറച്ചു മുമ്പ് വന്ന ന്യൂസ് വാർത്തകളിലും നമ്മൾ കേട്ടിട്ടുള്ളത് ഇറാൻ അത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് ഒന്നും കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഖമനേയി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിസന്ധി എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇറാനാണ് ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഉറപ്പായും ട്രംപിന് നയതന്ത്രത്തിന്റെ മുഖം മാറ്റേണ്ടി വരും, വടിയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അല്ലെങ്കിൽ ട്രംപിനെ ആ ഭാഗത്ത് അതിൽ നിന്നൊന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചൊറിയൽ കൂടിയാണ് ഇതെല്ലാം. എന്തായാലും കണക്ക് കൂട്ടാൻ നമുക്ക് എന്തൊക്കെയോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന പുറത്തു വരുന്നുണ്ട്. കാരണം വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതലൊന്നും ട്രംപിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അമേരിക്കയ്ക്ക് വലിയ അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇടപെടേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. നമുക്ക് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാം ആരാണ് ഇതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്ന്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.